ഹലോ ഗൈസ്, ഡേ 42 ആണ്. വൈകുന്നേരത്ത് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇതുപോലെ ഫുട്ബോളോ ഷട്ടിലോ ടേബിൾ ടെന്നീസോ കളിക്കാറുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ഡയറ്റ് വല്ലതും എടുക്കാറുണ്ടോയെന്ന്. ഞാൻ ഡയറ്റൊന്നും എടുക്കാറില്ല, നോർമൽ ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഒരു 6 എഗ്ഗ് ഡെയിലി എടുക്കും, അത് മാത്രമാണ് എക്സ്ട്രാ കഴിക്കുന്നത്. ഇന്നത്തെ വർക്കൗട്ട് സ്കൂളിൽ വെച്ചായിരുന്നു. നമ്മളെ കളരിക്കാരൻ കൂടിയ വൈഷ്ണവാണ് ആദ്യം എന്നോട് വർക്കൗട്ടിന് വന്നത്. ആദ്യമേ ഇത് ക്ലാപ്പ് പുഷപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പിസ്റ്റൽ സ്ക്വാട്ടും വൈഷ്ണവ് നോർമൽ സ്ക്വാട്ടും ചെയ്തു. 20 കൗണ്ട് പിസ്റ്റൽ സ്ക്വാട്ട് ഞാൻ ചെയ്തപ്പോൾ വൈഷ്ണവ് 50 കൗണ്ട് നോർമൽ സ്ക്വാട്ട് ചെയ്തു. അത് കഴിഞ്ഞ് വൈഷ്ണവിന് ക്രോപ്പോസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അടുത്തത് ഷാഡോ ബോക്സിങ്ങിലേക്കാണ് പോയത്. കുറച്ച് നേരം ഷാഡോ ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, വൈഷ്ണവിനെ പൊക്കി അങ്ങ് തോളെ കയറ്റി. എന്നിട്ട് സ്ക്വാട്ടിലേക്ക് പോയി 20 കൗണ്ട് ചെയ്ത് സ്ക്വാട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നേരെ ഞാൻ പുഷപ്പിലേക്ക് പോയി. നോർമൽ പുഷപ്പാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 50 കൗണ്ട് ഒരു സെറ്റ് ചെയ്ത് നോർമൽ പുഷപ്പ് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് സ്ക്വാട്ടിൻ്റെ ഊഴമായിരുന്നു. സ്ക്വാട്ട് 40 കൗണ്ട് ചെയ്ത് സ്ക്വാട്ടും കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് അഥർവിൻ്റെ ഊഴമായിരുന്നു. അഥർവിൻ്റെ കൂടെയാണ് പിന്നെ പുഷപ്പ് ചെയ്തത്. അഥർവ് 30 കൗണ്ട് ചെയ്തു, ഞാൻ 40 കൗണ്ട് പുഷപ്പ് ചെയ്തു. അഥർവ് കാലിസ്തനിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ക്രോപ്പോസ് ചെയ്തു. അപ്പം ഞാൻ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കി. ഹാൻഡ് സ്റ്റാൻഡ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും പാർക്കിലേക്ക് പോയി. പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം ചിന്നപ്പ് ചെയ്തു. ചിന്നപ്പ് 20 കൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ചിന്നപ്പ് എടുത്ത് കഴിഞ്ഞപ്പം ഹൃദേശ് പറഞ്ഞു ഹൃദേശ് പുള്ളപ്പ് എടുത്ത് കാണിക്കാമെന്ന്. അങ്ങനെ 5 കൗണ്ട് പുള്ളപ്പ് ഹൃദേശ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നേരെ പോയത് ബാക്ക് ബെൻഡിലേക്കാണ്. ആരിഷും ഞങ്ങളോടൊപ്പം കൂടി. ബാക്ക് ബെൻഡ് ഞാൻ പുഷപ്പ് ഒന്ന് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ പോയത് ബർഫിയിലേക്കാണ്. ഞാനും വൈഷ്ണവും അഥർവും ആരിഷും കൂടി ബർഫി ചെയ്തു. 20 കൗണ്ടാണ് ബർഫിയെ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എൽസിറ്റിലേക്ക് പോയി. എൽസിറ്റ് കഴിഞ്ഞ് ക്രോപ്പോസ് ഒന്ന് ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് എൽബോ ലിവർ ട്രൈ ചെയ്തു. അങ്ങനെ അടുത്ത സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.